ബഹുശാഖിയായ ഇടപെടൽ ഈ കാര്യത്തിൽ വേണം. ഒന്ന്, നമ്മൾ ഇവരുടെ സർക്കാർ മെക്കാനിസം, ഒപ്പം ഈ പറയുന്ന സ്പോർട്സ് ഇവൻറ്റുകൾ കൊണ്ട് മറികടക്കാൻ പറ്റും. മൈതാനം അടുത്തുണ്ടെങ്കിൽ പോലും മൈതാനത്ത് പോയി കളിക്കാൻ, പന്ത് കെട്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെടും. പൂർണ്ണമായും ലഹരിയെ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ട് മറികടന്ന രാജ്യത്തിൻ്റെ ഉദാഹരണവും നമ്മുടെ ഇല്ല. പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത് ഡീക്രിമിനലൈസ് ചെയ്യാണ് ചെയ്തത്. കൈവശം വെക്കുന്നത് ഗുരുതരമായ കുറ്റമാക്കി പിടി ജയിലിടുന്നതല്ല, പിന്നെ ഹെൽത്ത് കമ്മീഷൻ കേസ് എന്നൊക്കെ പറഞ്ഞ് വേറെ നിലയ്ക്ക് മാറ്റുകയും ഓവർ ഡോസിങ് കുറയ്ക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് ഫലപ്രദമായ സ്റ്റെപ്സ് എടുത്ത രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ വാദം മുന്നോട്ട് വെക്കുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലഭ്യത കുറയ്ക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ ഡ്രൈവിലേക്ക് സർക്കാരുകൾ പോകുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ബഹുശാഖിയായ ഇടപെടൽ ഈ കാര്യത്തിൽ വേണം. ഒന്ന്, നമ്മൾ ഇവരുടെ സർക്കാർ മെക്കാനിസം, ഒപ്പം ഈ പറയുന്ന സ്പോർട്സ് ഇവൻറ്റുകൾ കൊണ്ട് മറികടക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്ക് നാളെ മുതൽ എല്ലാവരും സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് കടന്ന് മറികടക്കാൻ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആണ്? എല്ലാവരും അല്ലല്ലോ. എല്ലാവരും രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് സ്കില്ലുമില്ല, നിങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. വേറെ ജീവിത വിനോദങ്ങൾ പെടാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. സോ എല്ലാത്തിൻ്റെയും ഒരൊറ്റ റെമഡി എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും മൈതാനങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇറ്റ്സ് നോട്ട് പോസിബിൾ. മൈതാനം അടുത്തുണ്ടെങ്കിൽ പോലും മൈതാനത്ത് പോയി കളിക്കാൻ, പന്ത് കെട്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെടും. അപ്പോൾ എനിക്ക് വേണ്ടത് വേറെന്തോ ഒരു സംഗതിയാണ്. സോ അതിനെക്കുറിച്ച് കുറച്ചൊരു വിശാലമായ ആലോചന അതിൻ്റെ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം.